ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരക്കിലായിപ്പോയി. ഇപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ തീ കത്തിക്കാതെ ഒരു 2 മിനിറ്റിൽ പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ 2 റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മിൽമയുടെ നെയ്യ് വേണം, 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഏലക്കായ ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുറി തേങ്ങയുടെ പാലും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പഴം ഒന്ന് ഉടച്ചെടുക്കുകയാണ്. നമ്മുടെ ആട്ടുകാലിൻ്റെ ചെറിയ കുട്ടി വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പഴം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ശർക്കരയും കൂടെ ചേർത്തിട്ട് ശർക്കരയും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ ശർക്കരയും പഴവും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കുക. നമ്മൾ പഴവും ശർക്കരയും ഏലക്കായും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാളികേരപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട്. നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ട് നമുക്ക് ഒരു പായസം പെട്ടെന്ന് കുടിക്കണം തോന്നുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു റോബസ്റ്റ് പഴമാണ് കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പഴമൊക്കെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്